പ്രിയമുള്ളവരെ, ഈ പുസ്തകം നമ്മളെ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എഴുത്തുകാർക്ക് ഇപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് കാണാൻ കഴിയുന്നതാണ്. ബി രാജീവൻ മാതൃഭൂമിയിലെ ഒരു ലേഖനം എഴുതുണ്ടായി. ആ ലേഖനത്തിൽ അദ്ദേഹം RSSനെ കുറിച്ച് നടത്തിയ 2 പരാമർശങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പുതിയതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് ആ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. നാളെ ഇതുവരെ നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന വിമർശനങ്ങൾക്കപ്പുറത്ത് പുതിയ എന്തെങ്കിലും ഒരു വിമർശനം അതിനകത്തുണ്ട് എന്ന് എൻ്റെ വായനയിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു തവണ വക്കീൽ നോട്ടീസ് അയച്ചതിന് പുറമെ അതൊന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് രാജീവ് മാഷെ ഞാൻ വിളിച്ചപ്പോൾ മാഷ് പറഞ്ഞു ഇന്നും ഒരെണ്ണം കൂടി കിട്ടിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം, വർത്തമാനം പറയാൻ, അഭിപ്രായം പ്രകടിപ്പിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് ബഹുമാനപ്പെട്ട അനന്തമൂർത്തി ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അനന്തമൂർത്തി പറഞ്ഞു, മോദി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഞാൻ ഇന്ത്യ വിട്ടു പോകും എന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു പ്രസ്താവന നടത്തി. അന്ന് എൻ്റെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഒരു മോദിക്ക് വേണം, ഒരു അനന്തമൂർത്തിക്ക് ഇന്ത്യ വിട്ടു പോകാൻ കഴിഞ്ഞേക്കും, അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തിക സാമൂഹിക എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ ബാക്കിയുള്ള കോടിക്കണക്കായ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് ഏറ്റവും ദരിദ്രരും മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങൾ എന്തു ചെയ്യും എന്ന ഒരു ചോദ്യം. മോദി വൻതോതിൽ ജയിക്കുകയും ഇന്ന് അധികാരത്തിൽ വരികയും ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ റിസൾട്ട് വന്ന ഉടനെ അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഒരു വെല്ലുവിളി നടക്കുകയുണ്ടായി. മോദി അനന്തമൂർത്തി പാകിസ്ഥാനിലേക്ക് പോകും എന്ന് എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം രാജ്യം വിട്ടു പോകും എന്ന് പറഞ്ഞതിന് ആഴമുള്ള അർത്ഥം ഉണ്ട് താനും. അദ്ദേഹത്തിന് പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും വെല്ലുവിളികൾ നടത്തുകയും ചെയ്യുക, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കൊച്ചു അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു വിഡ്ഢിയെപ്പോലും പിടികൂടുക, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ ചെറിയ ചില സൂചനകൾ ആണ്. അത് വലുതായി നമ്മെ വിഴുങ്ങാതിരിക്കട്ടെ. ഗെയിലിൻ്റെ ഈ പുസ്തകം ഞാൻ വായിക്കാൻ ശ്രമിച്ചത് കുറച്ച് അടുത്ത ദിവസങ്ങളിലായിട്ടുള്ള ഈ പുസ്തകം കയ്യിൽ കിട്ടിയിട്ട് നല്ല തിരക്കുകളുടെ ഉള്ളിൽ തന്നെയാണ് ഈ പുസ്തകം ഞാൻ വായിക്കാനിടയായത്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ പുസ്തകം ഞാൻ വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, നിഷ്പക്ഷമായിട്ട് ഇത് വായിക്കാൻ പറ്റുമോ, ഈ നാട്ടുകാരി അല്ലാത്ത പോലെ ഇത് വായിക്കാൻ പറ്റുമോ? കാരണം ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് കുറേയധികം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായ രൂപീകരണങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും സത്നാം സിംഗിൻ്റെ വധത്തിന് ശേഷം നമ്മുടെ ഉള്ളിലെ എവിടെയൊക്കെ നല്ല വെറുപ്പ് തന്നെ കിടക്കുന്നുണ്ട്. ആ വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പാടില്ല ഈ പുസ്തകം വായിക്കാൻ എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ആ വെറുപ്പിൻ്റെ കറ മാറ്റി വെച്ചിട്ടത് വായിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം ആണ് ഞാൻ നടത്തിയത്. വിജയിച്ചില്ല. ഈ പുസ്തകത്തെക്കുറിച്ചിട്ട് ഇതിൻ്റെ രചയിതാവ് അവസാനം പറയുന്ന ഒരു കാര്യം ഉണ്ട്. എന്തിനാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യവും, അല്ലെങ്കിൽ താൻ ഇതുവരെ ഏർപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല വർഷങ്ങൾ ചെലവഴിച്ച ഈ ഒരു അനുഭവം, ആത്മീയ ദൈവത്തെ തേടി വന്ന് ദൈവത്തെ അറിയുമെന്ന് വിചാരിച്ച്, ആത്മപ്രകാശം കിട്ടുമെന്ന് വിചാരിച്ച്, ഇന്ത്യയിലെ ഗുരു ശിഷ്യ ബന്ധത്തെക്കുറിച്ചിട്ടുള്ള വളരെ വളരെ എന്തൊക്കെയോ ഉയരങ്ങളിലുള്ള സങ്കല്പങ്ങളുടെ പിന്നാലെ പാഞ്ഞ് ഇങ്ങനെ എത്തിയിട്ട് ഇപ്പോൾ എനിക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ പറയട്ടെ, ഞാൻ ദൈവത്തെ കണ്ടെത്തിയില്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ കണ്ടെത്തി. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ അമൃതാനന്ദമയി മഠത്തിൽ ജീവിച്ച അത്രയും വർഷങ്ങൾ കൊണ്ട്
അവർക്കുണ്ടായ നേട്ടം അല്ലെങ്കിൽ അവർക്കുണ്ടായത് എന്ത് എന്ന് അവരടയാളപ്പെടുത്തുന്നത്. അവരെന്ത് തേടിയാണോ ഇങ്ങനെ വന്നത്, എന്ത് തേടിയാണോ ഒരു അമ്മ ഗുരുവിൽ വിശ്വസിച്ചത്. അവരാദ്യം തന്നെ പറയുന്നുണ്ട് ഒരു സ്ത്രീ ഗുരു എന്നുള്ളത്. അവർ തിരുവണ്ണാമലയിലെ രമണ മഹർഷിയുടെ ആശ്രമത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അവിടെ അങ്ങനെ വലിയ ഒരു അനുഭൂതി തനിക്കുണ്ടായി എന്നൊക്കെ പറയുന്ന ആ ഒരു പല പ്രാവശ്യം പിന്നെ ഒരു ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ താൻ കടന്നുപോയ തിരുവണ്ണാമലയിൽ നിന്ന് അവരിങ്ങോട്ട് എത്തുന്നത് ഒരു സ്ത്രീ ഗുരു എന്ന് പറയുന്ന ഒരു ആകർഷണത്തിൽപ്പെട്ടിട്ടാണെന്ന് വെറുതെ ഒരു വാചകം പറയുന്നുണ്ട്. ഒരു സ്ത്രീ ഗുരു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവരെ ആ ഒരു സാഹോദര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ മാതൃത്വ ഭാവത്തിലേക്ക് അവരെ വളരെയധികം അടുപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അവർക്കുണ്ടായ അനുഭവങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർ വിട്ടുപോയിട്ട് ഈ പുസ്തകം എഴുതുമ്പോൾ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ആ ഒരു ഗുരുവിൽ നിന്ന് കിട്ടിയ ഫലം എന്ന് അവർ അടയാളപ്പെടുത്തുന്നത് ഒടുവിൽ പറയട്ടെ, ഞാൻ ദൈവത്തെ കണ്ടെത്തിയില്ല, പക്ഷേ ഞാൻ എന്നെ തന്നെ കണ്ടെത്തി, അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നാണ്. തന്നെയുമല്ല ഈ പുസ്തകം എഴുതാനുണ്ടായ കാരണത്തെ അവർ പറയുന്നത് എൻ്റെ ഹൃദയത്തിലേറ്റ മുറിവുകളെ ഉണക്കുന്നതിന് വേണ്ടി അതിനുള്ള ഒരേ ഒരു വഴി എന്ന രീതിയിൽ ആണ്. എനിക്ക് ആഴമേറിയ മുറിവുകൾ ഉണ്ടായിരിക്കുന്നു. ആ മുറിവുകളെ ഉണക്കുന്നതിനുള്ള ഒരു മരുന്നായിട്ടോ ഒരു വഴിയായിട്ടോ ആണ് ഞാൻ ഈ പുസ്തകരചന നടത്തിയിട്ടുള്ളത്. ഉള്ളടക്കത്തെ പറ്റിയിട്ട് കേരള സമൂഹത്തിൽ ഇത് വെക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇത് തള്ളിക്കളയുകയോ അതല്ലെങ്കിൽ ഇതിനെ അംഗീകരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തമസ്കരിക്കുകയോ ആ ഒരു പുസ്തകത്തിന് നേർക്ക് ചെയ്യാവുന്ന ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾ. കുറേ അധികം ആളുകൾ ഇത് ഗൗരവപൂർവ്വം വായിക്കും. ഇത് ഗൗരവപൂർവ്വം വായിക്കാൻ എടുക്കുമ്പോൾ ഒന്നാമതായിട്ടൊരു പുസ്തകത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് വായനാ സുഖം എന്ന് പറയുന്നതാണ്. ഏത് പുസ്തകമാവട്ടെ, ഉള്ളടക്കം എന്തോ ആവട്ടെ, ഒരു പുസ്തകം നമ്മെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ വാചകം തൊട്ട് അവസാനത്തെ വാചകം വരെ വലിയ വായനാ സുഖം ഉള്ള, ഇടയ്ക്കിടയ്ക്ക് ഒരു സാഹിത്യത്തിൻ്റെ എന്താ പറയുക, കലയുടെ മിന്നലാട്ടങ്ങൾ കടന്നു വരുന്ന ഒരു നല്ല ആവിഷ്കാര രീതി ആണ് ഈ പുസ്തകത്തിലുള്ളത്. ഇത് വിവർത്തനം ചെയ്തവരും വളരെ ഭംഗിയായിട്ടത് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത് വളരെ ധൃതിയിൽ ചെയ്തതായിരിക്കാം, എങ്കിലും വിവർത്തകർ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചിലയിടത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിലും അത് വിവർത്തനം ചെയ്ത എല്ലാവരെയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, ഈ പുസ്തകത്തിലെ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള രണ്ട് സാംസ്കാരിക ധാരകൾ, രണ്ട് നീതിബോധങ്ങൾ, രണ്ട് സൗന്ദര്യ തലങ്ങൾ, രണ്ട് ആത്മീയ അന്വേഷണത്തിൻ്റെ പ്രശ്നം. ഇതാണ് ആ പുസ്തകത്തിലെ വൈരുദ്ധ്യം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുട്ടി വരുന്നത്, ആ കുട്ടിയുടെ ജീവിത പശ്ചാത്തലം 20 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്നത്. ഒന്ന്, നാം ജീവിക്കുന്ന പോലെ, നാം മക്കളെ വളർത്തുന്ന പോലെ ഉള്ള രീതിയിലൊന്നുമല്ല പടിഞ്ഞാറ് നാടുകളിൽ നമുക്കറിയാം. ഓസ്ട്രേലിയയിൽ നിന്ന് പുറപ്പെടുന്ന ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീടിനോടും അച്ഛനോടും അമ്മയോടുമൊക്കെ ഒരുപക്ഷെ പറയാതെ പറഞ്ഞുകൊണ്ട് നാടുവിടുകയാണ്. ഈ നാട് വിടുമ്പോൾ വെറുതെ സുഖാന്വേഷണത്തിന് വേണ്ടി വരുന്ന ഒരു ടൂറിസ്റ്റായിട്ടല്ല അവർ വരുന്നത്. അവരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ഒരു എരിച്ചിൽ, ഒരു പുകച്ചിൽ, എന്തോ താൻ അസംതൃപ്തയാണ് എന്ന് പറയുന്ന തോന്നൽ. ഈ അസംതൃപ്തി എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിയില്ല. 20 വയസ്സുള്ള പെൺകുട്ടിക്ക് എന്താണ് തൻ്റെ ഉള്ളിലുള്ള അസംതൃപ്തി, എന്താണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് എനിക്ക് എത്തിപ്പെടേണ്ടത്, എന്തിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്ന് പറയുന്ന പിടികിട്ടാത്ത ഒരു മാനസികാവസ്ഥയുമായിട്ടാണ് ആ പെൺകുട്ടി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ വന്നിട്ട്, ഇന്ത്യയിൽ വരുമ്പോൾ അവർക്ക് ഇവിടെ താൻ അന്വേഷിച്ചത് കണ്ടെത്തും എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു തോന്നൽ ഉണ്ടായിരുന്നു എന്ന് അവരിതിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ കറങ്ങി തിരിഞ്ഞ് തിരുവണ്ണാമല എത്തുമ്പോൾ ആ അനുഭവം അവർ വിവരിക്കുന്നത് വളരെ തിരുവണ്ണാമല നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിലൊരു കുന്നിൻ്റെ ചുറ്റും, ഒരു മലയുടെ ചുറ്റും ജീവിതം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവിടെ പിന്നെ ആ മലയെ വലം വയ്ക്കുക എന്ന് പറയുന്നത് ആചാരപൂർവ്വം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പിന്നെ ആത്മീയമായ തലമൊന്നും ഇല്ലെങ്കിലും വളരെ ഭൗതികമായ ഒരു തലത്തിൽ, ശാരീരികമായ തലത്തിൽ വളരെയധികം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു മലയെ ഇങ്ങനെ ചുറ്റി നടക്കുക എന്ന് പറയുന്ന ഒരു എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അത്. പക്ഷെ അവിടെ ആളുകളിങ്ങനെ നിരന്തരം വരികയും ചെയ്തുകൊണ്ടിരിക്കുക, അവിടുത്തെ ആളുകളും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു
സംഗതിയാണ്. ഈ ഒരു അനുഭവം രമണ മഹർഷിയുടെ പിന്നെ പുസ്തകങ്ങൾ വായിക്കുകയും ഈ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും തനിക്ക് താൻ അന്വേഷിച്ചത് കണ്ടെത്തിയ ഒരു അനുഭവമുണ്ടായി. ദൈവാനുഭവം തന്നെ എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി എന്ന് പറയുന്ന അപ്പോൾ ആ സ്ത്രീ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. യുക്തിയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നല്ല അവരെ നയിക്കുന്നത്. അവരന്വേഷിക്കുന്നത് ഈശ്വരനെയാണ്. കാരണം തന്നെ സമാധാനിപ്പിക്കാൻ കഴിയുക ഈശ്വരാനുഭവത്തിന് മാത്രമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ആ തേടുന്ന ഈശ്വരൻ ഒരുപക്ഷെ കത്തോലിക്ക ആയ അവർക്ക്, ക്രിസ്ത്യനായ അവർക്ക് ആ മതത്തിനകത്ത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് വേറെ ഒരു ചോദ്യം ആണ്. അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ അമ്മയും അച്ഛനും എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിലുള്ള കുട്ടിയാണ്. പിന്നീട് അവർ ഇന്ത്യയിലായിരിക്കുമ്പോൾ അവർ ഡൈവോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ വളരെ വളരെ മെക്കാനിക്കലായിട്ടുള്ള ഒരു കത്ത് അമ്മയുടെ വരുന്നുണ്ട്. ആ കത്ത് വായിച്ചിട്ട് അവർക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അതൊരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കാത്ത വിധത്തിൽ ഇവരുടെ അത്ര യോജിപ്പില്ലാത്ത ബന്ധങ്ങളെക്കുറിച്ച് അവർക്കറിയാം. പിന്നെ ഈ അവർ ഉൾപ്പെട്ട ഒരു മതം, ആചാരാനുഷ്ഠാനബദ്ധമായിട്ടുള്ള ക്രിസ്ത്യൻ മതം, അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന രീതിയിലുള്ള അതിൻ്റെ നിൽപ്പ്, അതിൻ്റെ വളർച്ച, വികാസം, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ജനങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും തന്നെ ഇവരന്വേഷിക്കുന്ന ആത്മശാന്തിയോ ഇവരന്വേഷിക്കുന്ന ദൈവാനുഭവമോ ഇവരന്വേഷിക്കുന്ന താതാത്മ്യമോ നൽകാൻ പര്യാപ്തമല്ല എന്നുള്ളതും ഇവരെ ഇന്ത്യയിൽ വന്ന് ഇവിടെ എന്തോ ആധ്യാത്മികമായിട്ടുള്ളൊരു ലോകമാണ്, ഇവിടെ അതിനൊക്കെയാണ് വലിയ പ്രാധാന്യമെന്ന ഒരു കണ്ടെത്തലിലേക്ക് അവരെത്തുന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് അവർ പിന്നീട് പല പല ഘട്ടങ്ങളിലായിട്ട് പല ഇടങ്ങളിൽ ഈ അന്വേഷണം വ്യാപിക്കുകയും ഒടുവിൽ കേരളത്തിലേക്ക് വണ്ടി കയറുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് വണ്ടി കയറി ഇവിടെ വന്നതിന് ശേഷം അവരുടെ ഭാഷയിൽ പറയുന്നത് അവിടെ അവർക്ക് നേരിട്ട ഓരോ അനുഭവത്തെയും അവർ കണ്ടത് അവരുടെ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ ആണ്. അവരെ കുറ്റം പറയുന്ന രീതിയിലല്ല നമുക്ക് തോന്നുക. അവർ പറയുന്നത് എനിക്ക് നേരെ ഇന്ന ശിക്ഷയുണ്ടായി, അത് ഞാൻ വിചാരിക്കുന്നത് അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധത്തിൽ, ഇന്ത്യയിലെ ഗുരു ശിഷ്യ ബന്ധത്തിൽ നമ്മൾ ഗുരുകുല സമ്പ്രദായത്തിലൊക്കെ ശിഷ്യനെ പരമാവധി ശിക്ഷിക്കുന്ന ഗുരുക്കന്മാരെ കുറിച്ച് അവർ വായിച്ചിട്ടുണ്ട്. ശിഷ്യന് കൊടുക്കാവുന്ന മാക്സിമം ശിക്ഷ കൊടുത്തുകൊണ്ട് ഗുരു അവനെ പാഠം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവനെ നല്ലവനാക്കാനോ അതല്ലെങ്കിൽ അവനെ എല്ലാ തരത്തിലുള്ള വിദ്യ കൊടുക്കാനോ ഒരുങ്ങുന്ന, കൈവിരൽ മുറിച്ച് വായിക്കുന്നതൊക്കെ നമുക്കറിയാം. ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചാൽ ശിഷ്യൻ മുറിച്ച് കൊടുക്കും. അതൊരു ഇന്ത്യൻ ഒരു സംസ്കാരത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഏകലവ്യനോട് പെരുവിരൽ കൊടുക്കാൻ പറഞ്ഞാൽ അസ്ത്രാഭ്യാസിയായിട്ടുള്ള അദ്ദേഹം അത് മുറിച്ച് കൊടുക്കുക തന്നെ ചെയ്യും ഗുരുവിനെ. ഈ ഒരു ഗുരു ശിഷ്യ ബന്ധം ഇവരെ വളരെയധികം ആഴത്തിൽ, അവർ ഒരു പക്ഷേ പുറത്തേക്ക് പറയുന്നതിനേക്കാൾ അധികം അവരുടെ മനസ്സിൽ ആഴത്തിൽ കിടക്കുന്ന ഒന്നാണ്. ഈ ഒരു ഗുരുവിനെ തേടിയാണ് ഈ സ്ത്രീയുടെ യാത്രയിൽ ഇവർ അമൃതാനന്ദമയിയുടെ അടുത്ത്, അമ്മ എന്ന് വിളിക്കുന്ന ആ ഒരു ഇതിൻ്റെ അടുത്ത് എത്തുന്നത്. പക്ഷെ അവർ വന്ന് കാണുമ്പോൾ അവരതെങ്ങനെ ഈ റിയാലിറ്റിയെ അവരെങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഇവരുടെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എനിക്ക് വിചിത്രമായിട്ട് തോന്നിയത്. അവർ വന്ന് കാണുമ്പോൾ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ, വളരെ ചെളിയും ചതുപ്പും വൃത്തികേടും ഒക്കെയുള്ള ഒരു സാധാരണ ഒരു കുടിലിലെ ഒരു നീളമുള്ള പാവാടയും ഒരു ഷർട്ട് പോലത്തെ ഒരു ബ്ലൗസ് ഇട്ടിട്ട് ഒരു പെൺകുട്ടിയാണ് അവർ കാണുന്നത്. ഇവരെ കൊണ്ടുവന്ന പുരുഷന്മാരൊക്കെ അമ്മ എന്ന് വിളിക്കുകയും പിന്നെ ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഇതിനെ കണ്ടപ്പോൾ ഇവർക്കൊരു അത്ഭുതം തോന്നിയില്ല. ഗെയിൽ പറയുന്നത് അവരെ അമ്മയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളതൊന്നും അവരെ ബാധിച്ചിട്ടേ ഇല്ല. ഇനി അമ്മയുടെ കൃഷ്ണഭാവവും ദേവീഭാവവും, ഈ രണ്ട് ഭാവങ്ങളാണ് ഒരു പക്ഷേ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഇന്നത്തെ അമ്മയുടെ തുടക്കമായിട്ട് പറയുന്നത്. അത് വളരെ വിസ്തരിച്ചുള്ള വർണ്ണന, എങ്ങനെയാണ് കൃഷ്ണഭാവം ഇവർക്കുണ്ടാകുന്നത്, എങ്ങനെയാണ് ദേവി ഭാവത്തിലേക്ക് ഇവർ പോകുന്നത്, എങ്ങനെയാണ് നാട്ടുകാരും വീട്ടുകാരും ഇതിനെ കണ്ടത്. വീട്ടുകാരിൽ ഇവരുടെ അച്ഛന് ഭയങ്കര പുച്ഛ, അച്ഛൻ അത് പുച്ഛിച്ചുകൊണ്ടാണ് പറയുന്നത്. അവൾക്കതൊന്നുമില്ല, അവൾക്കെന്തോ പിന്നെ ഭ്രാന്താണ് എന്നൊക്കെ അച്ഛൻ ആദ്യ കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. ഞാൻ ഒരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു. നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കുടുംബങ്ങളിൽ, കേരളത്തിലെ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന കപടമായിട്ടുള്ള ഒരു സദാചാര സങ്കല്പങ്ങളുടെയും അതുപോലെ തന്നെ നിലനിൽക്കുന്ന അതികഠിനമായിട്ടുള്ള പുരുഷ മേധാവിത്വത്തിൻ്റെയും കീഴിൽ ജീവിക്കേണ്ടി വരുന്ന അസംതൃപ്തരായ സ്ത്രീകൾ
അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകൾ, വേദനകൾ പറയാനൊരു വേദിയില്ലാത്ത സ്ത്രീകൾ, ഈ സ്ത്രീകളൊക്കെ പൊട്ടിത്തെറിക്കുന്നത് ഹിസ്റ്റീരിയ ആയിട്ടാണ്. അവർ ദേഷ്യം വരുമ്പോൾ തലക്കിട്ടടിക്കും, മുടി പിടിച്ച് വലിക്കും, ഭർത്താവിനെ സ്വൈര്യം കെടുത്തും, വീട്ടിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും, അലറും, വിളിക്കും, ബോധം കെട്ട് വീഴും. ഇത് കുടുംബത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് കടന്നാൽ നമ്മൾ കാണുന്നത് ഒരുപക്ഷെ ഒല്ലൂർ പള്ളിയിലോ ചോറ്റാനിക്കര അമ്പലത്തിലോ തുള്ളലിൻ്റെ രൂപത്തിലാണ്. സ്ത്രീകൾ മാത്രമാണ് ഈ തുള്ളൽ, അപൂർവം മാത്രമായിട്ട് പുരുഷന്മാർ തുള്ളുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ ഇതൊരു വളരെ പെട്ടെന്ന് സ്ത്രീകളങ്ങ് തുള്ളും. അത് ആചാരങ്ങളിലുമുണ്ട്. ഇപ്പോൾ പാമ്പും തുള്ളൽ പോലെ ഒരു കല തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഈ സ്ത്രീയുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള അമർഷങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഒരു സമൂഹത്തിന് നടുവിലുള്ള ഒരു പൊട്ടിത്തെറി പോലെ കലയിൽ തുടങ്ങി വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ വരെ ഒരു ഹിസ്റ്റീരിയ കിടന്ന് കളിക്കുന്നുണ്ട്. ഈ കളിക്കുന്നത് അമ്പലത്തിൽ ഒരു വിധത്തിലാവാം, പള്ളിയിൽ വേറൊരു വിധത്തിലാവാം, വീട്ടിനകത്ത് വേറൊരു വിധത്തിലാകാം, കലയിൽ വേറൊരു വിധത്തിലാകാം. ഇപ്പം കലയിൽ നമ്മൾ കാണുന്ന പല സംഗതികളും ഈ പാമ്പും തുള്ളൽ പോലെയുള്ളതായാലും, അതുപോലെ മുടിയാട്ടം എന്ന് പറയുന്ന ഒരു കല, മുടിയാട്ടം സ്ത്രീകളുടെ കലയാണ്. മുടിയുള്ളത് കൊണ്ടല്ല, ഇതിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു ആവിഷ്കാരം ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ഒന്ന് ചലിക്കാൻ, മനുഷ്യൻ എനിക്കിഷ്ടമുള്ളതുപോലെ എൻ്റെ ശരീരത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന ആ ഒരു തുറവിയിലേക്ക് നമ്മുടെ സ്ത്രീകൾ എത്തിപ്പെടാറുണ്ട്. ഒരുപക്ഷെ ഈ കൃഷ്ണഭാവവും ദേവീഭാവവും ഒക്കെ തുടക്കത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് തന്നെ ആയിരുന്നിരിക്കണം. അല്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് എല്ലാവർക്കും പിന്നെ അമൃതാനന്ദമായി ഭക്തർക്ക് അവകാശം ഉണ്ടാകുമെന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല, വിശ്വസിച്ചുകൊള്ളട്ടെ. പക്ഷെ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആൾ ദൈവം ഉണ്ടായി വന്നത് എന്നും കോടാനുകോടികളായിട്ടുള്ള മനുഷ്യരുടെ മേൽ അത് അടിച്ചേൽപ്പിക്കാൻ കഴിയുന്നത് എന്നും ഉള്ളിടത്ത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ വളർച്ച കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൾ ദൈവം ഉണ്ടാവുകയും മുളയ്ക്കുകയും വളരുകയും പടർന്നു പിടിക്കുകയും അതോടൊപ്പം സാമ്പത്തികമായൊരു സംവിധാനം അങ്ങനെ ഉണ്ടായി വരികയും ഈ സാമ്പത്തിക സംവിധാനം നേരത്തെ KV പറഞ്ഞതുപോലെ രാഷ്ട്രത്തെ വരെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക്, ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഭീമാകാരമായി വളരുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും പറ്റില്ല എന്ന ഒരു അവസ്ഥ എത്തി നിൽക്കുകയും ചെയ്യുന്നിടത്ത് അത് വളരെയധികം അപകടകരമാകുന്നു. ഇത് ഒരു സ്ത്രീയുടെ കൃഷ്ണഭാവമോ അത് ആസ്വദിക്കുന്ന ഒരു ഭക്തൻ്റെ വിഷയമോ അല്ല, മറിച്ച് ഒരു വലിയ സാമ്പത്തികവും സാംസ്കാരികവും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ വിപത്തിൻ്റെ വളർച്ചയായിട്ടാണ് നമ്മളതിനെ കാണേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് സത്നാം സിംഗിൻ്റെ എവിടെയോ ഇരുന്ന ഒരു കുട്ടി, ഒരാൺകുട്ടി, അവനിവിടെ വന്നു, അവനും അന്വേഷിച്ച് വന്നത് ഇതൊക്കെ തന്നെയാണ്. അവനിവിടെ വരുന്നു, അവൻ്റേതായ ഒരു എക്സ്പ്രഷൻ നടത്തുന്നു, അവനെ കൈകാര്യം അവന് കൊന്നു കളഞ്ഞിട്ട് അത് ഏറ്റെടുത്ത് അത് ഇന്നുവരെയും ആ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം കൊടുക്കത്തക്ക വിധത്തിൽ ഒരു നീതി നടപ്പാക്കാൻ ഇവിടുത്തെ ഒരു സംവിധാനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ളിടത്ത് ഭയങ്കരമാണ് ദൈവങ്ങളുടെ കളി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ലൈംഗികമായ പിന്നെ എന്താണോ പുറത്തേക്കുള്ള ഒരമ്മ, പുറത്തെ അമ്മയും അകത്തെ അമ്മയും, ഈ രണ്ട് അമ്മമാരെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുക. പുറത്തെ അമ്മയെ നമുക്കറിയാം. ഇപ്പോൾ ചാനലുകളൊക്കെ തുറന്നാൽ, പ്രത്യേകിച്ച് അവരുടെ തന്നെ ചാനൽ തുറന്നാൽ വളരെ ദിവ്യഭാവത്തിൽ വെളുത്ത് മിന്നുന്ന പല്ലുകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായി ഭജന പാടി അങ്ങനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ വശീകരിക്കാൻ തക്ക കഴിവുള്ള ഒരു മാജിക്കൽ ഒരു സംഗതിയുള്ള ഒരു സ്ത്രീ. പക്ഷേ അകത്തെ അമ്മ എന്ത് എന്നാണ് അകത്തെ അനുഭവങ്ങളുടെ ഈ ആഖ്യാനത്തിൽ ഇവർ പറയുന്നത്. ഇത് ഇവരുടെ അനുഭവം ആണ്. ഇവരുടെ അനുഭവത്തെ നിഷേധിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അവരുടെ അനുഭവം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ തടയുന്ന ഏതൊന്നിനെയും അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കേരള സമൂഹത്തിന് ഉണ്ട്. ലൈംഗികതയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീക്ക് പരിശുദ്ധയാണ് എന്ന് പറയാൻ വേണ്ടി ആർത്തവം ഇല്ലായിരുന്നു എന്ന് പറയുക, അതെല്ലാ മതങ്ങൾക്കുള്ളതാണ്. വിശുദ്ധമാവണമെങ്കിൽ ശരീര സംബന്ധിയായ എല്ലാം തന്നെ അശുദ്ധമാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് ഞങ്ങളുടെ മാതാവ് പിന്നെ പുരുഷനായിട്ട് സമ്പർക്കമില്ലാണ്ട് കന്യകയായിട്ടിരിക്കെ തന്നെ ഒരു കുട്ടിയെ പെറ്റത്. അതിനെ നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ അതെങ്ങനെ എന്നുള്ളതിനായിട്ട് അപ്പുറത്ത് കന്യക ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് പറയുന്നതിനെ വിശുദ്ധവൽക്കരിച്ച് അതിന് ബയോളജിക്കലായിട്ടുള്ള യാതൊരു നീതീകരണവും ഇല്ലാതെ, യുക്തിയില്ലാതെ, ശാസ്ത്രീയമായ തെളിവില്ലാതെ കന്യകയ്ക്ക് ഗർഭം ധരിക്കാൻ പറ്റുന്നു, ഗർഭം ധരിക്കാൻ ആണിൻ്റെ സഹായം ആവശ്യമില്ല എന്നും ടെസ്റ്റ് ട്യൂബ് അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണെന്ന് ആലോചിക്കണം. പരിശുദ്ധാത്മാവ് വഴി അത് സംഭവിച്ചു എന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ വിശ്വസിച്ചത് അതുപോലെ തന്നെ വളർത്തി വലുതാക്കി എടുത്ത് പിന്നീട് ഒരു കന്യക ഗർഭം ധരിച്ചതായിട്ടോ
പ്രസവിച്ചതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതിനെ ആണിൻ്റെ സഹായം ഇല്ലാതെ കത്തോലിക്ക മതത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രത്തിൽ വേറൊരു കന്യകയും ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുകയോ കുഞ്ഞിനെ പ്രസവിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഈ അപകടകരമായ കാലഘട്ടത്തിൽ പോലും. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു 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 പ്രസവം. പക്ഷേ ഇപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ അവിടെയും അതുപോലെ അശുദ്ധമാണ്. ശബരിമലയിലേക്ക് പോകാൻ പാടില്ല, സ്ത്രീകൾ കയറാൻ പാടില്ല. സ്ത്രീകൾ കയറിയാൽ അശുദ്ധിയാവും. സ്ത്രീകളെ പേടിയുള്ള ഒരു ദൈവം അവിടെ ഇരിക്കുന്നുണ്ട്. സ്ത്രീകൾ കയറി അശുദ്ധമാക്കും എന്ന് പറയുന്നത്. സ്വാമിമാരും അങ്ങനെ തന്നെ. ഉള്ളിലൊക്കെ എന്തൊക്കെ അഴുക്കുണ്ടായാലും വേണ്ടില്ല, സ്ത്രീ സമ്പർക്കം ഒഴിവാക്കാൻ വേണ്ടി അതും ആർത്തവ കാലം കഴിയുന്നത് വരെയാണ്. ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ പിന്നെ പോവാം, ആർത്തവത്തിന് മുമ്പും പോവാം. ശരീര സംബന്ധിയായ ആ വളരെ വലിയ ഒരു സത്യം പ്രകൃതിയുടെയും പിന്നെ പ്രപഞ്ചത്തിൻ്റെയും തലമുറകളുടെയും നിലനിൽപ്പിനെ അനിവാര്യമായിട്ട് സ്ത്രീക്ക് ജൈവികമായി സ്ത്രീയിൽ അർപ്പിതമായിട്ടുള്ള ആ ഒരു സംഗതിയെയാണ് നമ്മൾ അശുദ്ധവൽക്കരണം നടത്തുന്നത്. എല്ലാ വിഭാഗത്തിലുണ്ടത്. അതിന് മതത്തിൻ്റെ ഒന്നും അതില്ല. അപ്പോൾ ആദിവാസികളുടെ ഇടയിൽ പോലും മാറ്റിയിരുത്തുക തുടങ്ങിയിട്ടുള്ള സംഗതികളുണ്ട്. ഈ രീതിയിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അമ്മയ്ക്ക് പിന്നെ ഒരിക്കലും ആർത്തവം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിപ്പിച്ചിരുന്നു എന്നും. പക്ഷേ ഈ ഗെയിൽ അത് കണ്ടുപിടിച്ചു. ഈ ഗെയിൽ ഒരു സൂത്രക്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല ഘട്ടത്തിലും അവർ ഒരുപാട് ഒളിഞ്ഞുനോട്ടങ്ങൾ നടത്തുന്നുണ്ട്. അവർ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കി ചിലത് കണ്ടുപിടിക്കും. പിന്നെ അങ്ങനെ പല പല ഘട്ടങ്ങളിലെ ഇവരിങ്ങനെ ചിലതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ കണ്ടുപിടിക്കുന്നത് പലപ്പോഴും നല്ല ഒരു നേരിട്ടിട്ട് ഉള്ള അനുഭവത്തിൻ്റെ ഒപ്പം തന്നെ ഒളിഞ്ഞുനോട്ടങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ആ ഒളിഞ്ഞു നോക്കിയതൊക്കെ കണ്ടുപിടിക്കുന്ന അവരുടെ ആകാംക്ഷ കൊണ്ടും അവരുടെ അനുഭവത്തിൻ്റെ തീവ്രത കൊണ്ടും ആവാം. എന്തായാലും ലൈംഗികത എന്ന് പറയുന്നത് നിയന്ത്രിക്കപ്പെടുന്നിടത്തൊക്കെ ഈ പ്രശ്നമുണ്ട്. കത്തോലിക്ക മതത്തിനകത്ത് പുരോഹിതന്മാരെ ഇന്നും എന്നും എപ്പോഴും ആമേൻ എന്ന് പറയാവുന്ന വിധത്തിൽ ലൈംഗിക അപവാദങ്ങൾക്ക് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യകാലത്തുണ്ട്, ഇപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട് പുരോഹിതന്മാരുടെ എന്തിന്. അപ്പം ഈ മനുഷ്യൻ്റെ എന്താ പറയുക നൈസർഗികമായിട്ടുള്ള ചോദനകളെ കെട്ടിയിട്ടിട്ട് നിർബന്ധ ബ്രഹ്മചര്യം കൊണ്ടുവരുമ്പോൾ ചില മനുഷ്യർക്ക് അത് സാധിച്ചു എന്ന് വരില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ. അതേസമയം ഒരു സംയമിക്ക് ആ വാക്ക് നമുക്ക് ഉപയോഗിക്കാമെങ്കിൽ ഒരു സംയമിക്ക് അത് എളുപ്പത്തിൽ സാധിക്കും. അദ്ദേഹം ഉറപ്പിച്ച് നടത്തുന്ന ഒരു കാര്യമാണത്. പക്ഷെ പലപ്പോഴും പൗരോഹിത്യം അവരവരുടെ തീരുമാനവും അവരവരുടെ ഉറപ്പിക്കലും അല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും പല പ്രകൃതിയുടെ വിളികൾക്കും പിന്നെ സന്ദർഭങ്ങളുടെ ഇളമകൾക്കും ഒക്കെ കീഴ്പ്പെട്ട് പോകും ആളുകൾ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ മഠത്തിനകത്തും ധാരാളമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കൊരു തെറ്റോ കുറ്റോ അങ്ങനെയൊന്നും കാണാൻ ഞാൻ തയ്യാറല്ല. ലൈംഗിക ദാഹം എന്ന് പറയുന്നത് ഉണ്ടായാൽ അത് നിവർത്തിക്കാനുള്ള പഴുത് ആളുകൾ നോക്കും. അത് നടന്നു എന്നേ ഉള്ളൂ. അത് അമ്മയ്ക്കായാലും പിന്നെ ശിഷ്യന്മാർക്കായാലും ഒക്കെ ഈ ലൈംഗികദാഹം ഉണ്ടായിട്ടുണ്ട് എന്നും അതൊക്കെ അവരവിടെ നിറവേറ്റിയിട്ടുണ്ടെന്നും ഗെയിൽ കണ്ടുപിടിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ലൈംഗികതയെ നമ്മളെങ്ങനെ കാണണം എന്ന ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ചർച്ച വരേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മർദ്ദനങ്ങൾ അത് കഠിനമായിട്ടുള്ള ഒരു ആരോപണം ആണ്. ശാരീരികമായിട്ട് എത്രയോ തവണ ഈ സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക അപവാദങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. എത്രയോ തവണ അപമാനിക്കപ്പെടുമ്പോഴും ഈ സ്ത്രീ ദൈവത്തെ അറിയാൻ വേണ്ടി കാണാൻ വേണ്ടി എനിക്ക് പിന്നെ അമ്മയുടെ പിന്നെ ചിട്ടയാണ്, അച്ചടക്കമാണ്, അതല്ലെങ്കിൽ ഒരു ഗുരു ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ അവസാനത്തിലായിരിക്കും ദൈവത്തെ ഞാൻ കാണുക എന്ന് പറയുന്നൊരു വിശ്വാസത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയി അവസാനം മടം വിട്ട് പോയി പുറത്തു വന്നിട്ട് അവർ പറയുന്നു എൻ്റെ മുറിവുണക്കാനുള്ള ഉപാധിയായിട്ട് എനിക്ക് ഈ പുസ്തകം എഴുതേണ്ടി വന്നു എന്ന്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ച് ഈ പുസ്തകം ഉള്ളടക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് നിഷേധിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇത് നിഷേധിക്കുന്നത് സാമൂഹികമായി ഒരു വലിയ തെറ്റാണ്. ഇതെല്ലാവരും ചർച്ച ചെയ്യണം. ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് തുറന്ന ചർച്ചകൾ എല്ലാവരും വായിക്കണം. തുറന്ന ചർച്ചകൾ ഉണ്ടാവണം. ആ തുറന്ന ചർച്ചകൾ തീർച്ചയായിട്ടും അന്ധവിശ്വാസത്തിൽ മുങ്ങിപ്പോകുന്ന സമൂഹത്തിനെ ഒരു ഉപകാരപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മുടെ നവോത്ഥാന വേദിക്ക് സാധിക്കും. ഇത് നവോത്ഥാന വേദി എന്ന് പറയുന്ന പേര് തന്നെ നമ്മൾ എത്രമാത്രം പിന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു ഇനി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നവോത്ഥാന കാലഘട്ടത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പൊരുതി മുന്നോട്ട് വന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ വീണ്ടും നമ്മൾ തിരിച്ചുപോയി നവോത്ഥാനം തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥ എത്തി നിൽക്കുന്നത്. എന്തായാലും ഈ ചർച്ച വളരെ ഫലപ്രദമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നന്ദി.